ഹലോ, ഞാനിപ്പോഴത് പാലക്കാട് ആലത്തൂരുള്ള തപസ്യ ആർട്സ് സ്കൂളിലാണ് കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾ എല്ലാവരും അറിയേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പൊ ഭയങ്കര സംഗീതമാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സംഗീതം. ഭരണനാട്യം ആയിക്കോട്ടെ, അതുപോലെ മ്യൂസിക് ഉപകരണങ്ങളായിക്കോട്ടെ, ചെണ്ടമേളങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഒരുപാട് ആൾക്ക് ഓരോ ഭാഗങ്ങളായിരിക്കും ഈ മറ്റുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ എല്ലാം ഒരേ ഭാഗത്ത് പഠിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ആർട്സ് സ്കൂളാണ്. അതേപോലെ തന്നെ എല്ലാം പഠിപ്പിച്ചു തരുന്ന ഓരോ സാറും ടീച്ചേഴ്സും ഉണ്ട്. നമുക്കൊന്ന് പരിചയപ്പെട്ടല്ലോ. ആലത്തൂരുള്ള തപസ്യ സ്കൂളിൽ ഭരതനാട്യം 3 വർഷമായി പഠിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ഉഷ വേണുഗോപാൽ. ഞാൻ എത്തനൂരിൽ നിന്നും വരുന്നു. ഞാൻ സോപാന സംഗീതം പഠിക്കാനായിട്ടാണ് ഇവിടെ വന്നത്. പഠിപ്പിക്കാനൊരു സംരംഭം കൊടുവായൂർ ആദ്യമായിട്ടാണ്. നമസ്കാരം, ഞാൻ ശ്രുതി സുകുമാരൻ. തപസ്യ സ്കൂൾ ഓഫ് ആർട്സിലെ അധ്യാപികയാണ്, നൃത്ത വിഭാഗം അധ്യാപികയാണ്. തപസ്യ സ്കൂൾ ഓഫ് ആർട്സ് ആലത്തൂരിൽ 3 വർഷത്തോളമായി പ്രവർത്തനം ആരംഭിച്ചിട്ട് വിവിധ കലാരൂപങ്ങൾ കുട്ടികൾക്ക് ചേരുന്നതും അതുപോലെ പ്രായഭേദമന്യേ എല്ലാവർക്കും പഠിക്കാവുന്ന ഒരു അവസരം കൂടിയാണ് തപസ്യ സ്കൂൾ ഓഫ് ആർട്സ് ഇവിടെ നൽകുന്നത്. നൃത്ത വിഭാഗങ്ങളായ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, സെമി ക്ലാസിക്കൽ ഡാൻസ്, ഫോക്ക് ഡാൻസ്, തുടർന്ന് ഒട്ടനവധി നൃത്തരൂപങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രവാദ്യങ്ങളായ തിമില, ചെണ്ട, ഇടയ്ക്ക, കൊമ്പ്, കുഴൽ, ഇലത്താളം എന്നിങ്ങനെ വാദ്യ ഉപകരണങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, സംഗീതത്തിൽ കർണാട്ടിക് മ്യൂസിക്കും സോപാന സംഗീതവും പഠിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഡ്രോയിങ്ങും പെയിന്റിങ്ങും ഗ്ലാസ് പെയിന്റിങ്ങും ഒക്കെ നമ്മളിവിടെ പരിശീലിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കരാട്ടെ, കളരി, യോഗ, നാട്യയോഗ തുടർന്ന് ഒട്ടനവധി കലാരൂപങ്ങൾ പ്രായഭേദമന്യേ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഗിറ്റാർ, കീബോർഡ്, ഫ്ലൂട്ട്, മൃദംഗം തുടങ്ങിയ ഇൻസ്ട്രുമെന്റ്സും നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ കലകൾ പഠിപ്പിക്കുന്നതും വ്യത്യസ്ത തരത്തിലുള്ള അതാത് അധ്യാപകന്മാരുമാണ്. എല്ലാവരും തന്നെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. തപസ്യ സ്കൂൾ ഓഫ് ആർട്സ് ആലത്തൂരിൽ മാത്രമല്ല കൊടുവായൂരിലും കൂടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസമായിട്ട് കൊടുവായൂരിലും അതിമനോഹരമായി തപസ്യ സ്കൂൾ ഓഫ് ആർട്സ് നടന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് കല പഠിക്കാൻ, ആർക്ക് വേണമെങ്കിലും കല പഠിക്കാൻ താല്പര്യമുള്ളവർ തപസ്യ സ്കൂളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ആലത്തൂർ തന്നെയാണ്. ഞാൻ തപസ്യ സ്കൂൾ ആശാന്റെ കീഴിൽ അരങ്ങേറ്റം കഴിഞ്ഞതാണ്. നമസ്കാരം, ഞാൻ അഭിലാഷാണ്. ഈ തപസ്യ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ചെണ്ട വിഭാഗ അധ്യാപകനാണ്. നമ്മുടെ സ്കൂളിൽ കൊടുവായൂർ ഉള്ള ഒരു സെൻ്ററാണിത്. അറിയുന്ന ഒരു കാര്യം, കാരണം കുട്ടികൾക്കൊക്കെ അറിയാത്ത ഒരുപാട് ആൾക്കാർ, പഠിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ നമ്മളെ കേട്ടിട്ടുണ്ട്. അതിന് നിങ്ങൾ ഒട്ടും മടിക്കണ്ട. അതിനുള്ള ക്ലാസ് തന്നെയാണ്, അതിനുള്ള വലിയ ഹാളുകളും സെറ്റപ്പും എല്ലാം നല്ല സെൻറ്റർ തന്നെയാണ്. ഇത് മാക്സിമം എല്ലാവരും അറിയണമെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക.